നമസ്കാരം. ഇന്ന് CPM കപ്പിത്താൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയന് പകരക്കാരനായി ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് ഉത്തരമുണ്ടാകില്ല എന്ന് പറയേണ്ടി വരും. സർക്കാരിനും പാർട്ടിക്കും ഒരുപോലെ കപ്പിത്താനാണ് പിണറായി. പാർട്ടിക്ക് ഒറ്റ ശബ്ദമാണെന്ന് CPM പറയുമ്പോൾ ആ ശബ്ദം പിണറായി വിജയൻ്റേത് ആകുന്നുവെന്ന് മാത്രം. എന്നാൽ ഈ കപ്പിത്താൻ വിളി ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായതാണ് എന്നതാണ് യാഥാർത്ഥ്യം. സ്തുതിപാഠകരും PR ഏജൻസികളും ഉരുവിട്ട് ചാർത്തിക്കൊടുത്ത പട്ടം. അധികം ദൂരെയല്ല പിണറായിക്ക് പാർട്ടിക്കുള്ളിൽ എതിർ ശബ്ദങ്ങളുണ്ടായിരുന്ന കാലം. ആശയപരമായി തർക്കങ്ങൾ പാർട്ടിയിൽ കൊടുമ്പിരി കൊണ്ട കാലം. ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് VS അച്യുതാനന്ദനും കൊമ്പ് കോർത്ത കാലം. അന്ന് CPMൽ രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, VS ഗ്രൂപ്പും പിണറായി ഗ്രൂപ്പും. 1998 പാലക്കാട് സമ്മേളനത്തിൽ പിണറായി ആദ്യമായി പാർട്ടി സെക്രട്ടറി ആയതിന് ശേഷമാണ് VSും പിണറായിയും തമ്മിലുള്ള വലിയ അകൽച്ചയുടെ തുടക്കം. പാർട്ടിയിൽ പിണറായി വിജയൻ പോകെ കരുത്തനാവുകയും VSന് കരുത്ത് ശോഷിക്കുകയും ചെയ്യുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടു. പ്രായോഗിക രാഷ്ട്രീയമായിരുന്നു പിണറായി ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ നവലിബറൽ നയങ്ങളോട് VS എന്നും കലഹിച്ചു. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് VSും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പിണറായിയും ഇരുന്ന സമയം അക്ഷരാർത്ഥത്തിൽ CPMലെ ശീതസമര കാലമായിരുന്നുവെന്ന് പറയാം. കർക്കശക്കാരനായ നേതാവായി പാർട്ടിയിൽ പിണറായി പിടിമുറുക്കിയപ്പോൾ VS ജനകീയനായ മുഖ്യമന്ത്രിയായി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പല പരസ്യ നിലപാടുകളും VS കൈക്കൊണ്ടു. അബ്ദുൽ നാസർ മദനി കേസുമായി ബന്ധപ്പെട്ട VS നടത്തിയ പരാമർശമെന്ന് വലിയ വിവാദമായിരുന്നു. PBയിൽ VS വലിയ വിമർശനം നേരിട്ടു. മാത്രമല്ല VSനുള്ള അഴിമതി വിരുദ്ധ പോരാളി പട്ടവും പിണറായിയുടെ ലാവ്ലിൻ കേസും എല്ലാം പ്രശ്നങ്ങൾ ആളിക്കത്തിച്ചു. VS പലപ്പോഴും പിണറായിക്കെതിരെ ഒളിയമ്പുകൾ എഴുതും. ലാവ്ലിൻ കേസ് പിണറായിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും ആയുധമാക്കി. തരം കിട്ടുമ്പോൾ പിണറായിയും തിരിച്ചടിച്ചു. അങ്ങനെ തുടർന്നു കലഹം. അങ്ങനെ 2008 പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്ന തുടർച്ചയായ നിലപാടുകളുടെയും നീക്കങ്ങളുടെയും പേരിൽ VS PBയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. പിന്നീട് 2015 VS PBയിലേക്ക് തിരിച്ചെത്തുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ പാർട്ടിയിൽ അദ്ദേഹത്തിന് എതിരാളികൾ ഇല്ലാതെയായി. VS പക്ഷക്കാരായ നേതാക്കൾ നിശബ്ദരാവുകയോ പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറുകയോ ചെയ്തു. VS ആകട്ടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്മാറി. VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും അങ്ങനെ തിരശ്ശീല വീണു. പിണറായി ഭരണത്തിലേക്ക് മാറിയപ്പോഴാണ് VSൻ്റെ വില കേരളം ശരിക്കും തിരിച്ചറിയുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനുള്ള ആർജവം VS കാട്ടിയപ്പോൾ പിന്നാലെ എത്തിയവർ പുതിയ രീതികൾ കൊണ്ടുവരികയായിരുന്നു. ചോദ്യങ്ങൾ ഉയരുന്ന നാവുകളെ അടക്കാൻ അവർ ശ്രമിച്ചു. അപ്പോഴും ഒരു പ്രതീക്ഷയായി VS നമുക്ക് ചുറ്റിലുമുണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് VSനെ ഒന്ന് നേർക്കുനേർ നിന്ന് നോക്കാൻ പോലും ഭയമായിരുന്നു. കാരണം അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് കടിച്ചു കീറുന്ന ഒരു സിംഹമായിരുന്നു അദ്ദേഹം. ശരികളുടെ പാതയിൽ സഞ്ചരിച്ച് ശീലിച്ച VSനൊപ്പം കൂടിയവർ വളരെ ചുരുക്കം പേർ മാത്രം. സ്വന്തം ചോരയെന്നോ സ്വന്തം പാർട്ടിയെന്നോ പോലും നോക്കാതെ കളങ്കിതമായ കൈകളെ വെട്ടിയേറിയാൻ അദ്ദേഹം എക്കാലവും ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായം തളർത്തിയ VS രോഗശയ്യയിലായിട്ടും നേരിട്ട് കാണാൻ മടിച്ചവരുണ്ട്, സ്വന്തം പാർട്ടിക്കകത്തും പുറത്തുമായി. VSൻ്റെ ശ്വാസത്തെ പോലും ഭയന്നവർ. ഒടുവിൽ ആ ശ്വാസം നിലച്ചപ്പോൾ മാത്രം കാണാൻ ധൈര്യപ്പെട്ടവർ. എഴുന്നേറ്റ് നിന്ന് പോരാടാനാവുമായിരുന്നുവെങ്കിൽ ഇന്ന് പാർട്ടിയിലെ ഉന്നത സ്ഥാനീയരെ പോലും മടക്കിയിരുത്തുന്ന യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അരങ്ങ് തകർത്തേനെ VSനെ പേടിച്ച മടിയിൽ കനമുള്ള വമ്പന്മാരുണ്ട് ആധുനിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അവർ പലതവണ VSൻ്റെ ആരോപണ ശരങ്ങളേറ്റ് പരിക്കേറ്റവർ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാനാകുന്ന തീനാളമാണ് കെട്ടുപോയിരിക്കുന്നത്. VS മരണശയ്യയിലായപ്പോഴും ആ രണ്ടക്ഷരം കേട്ട് വിറച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അത് തുടരാം. കാരണം അദ്ദേഹം വെട്ടിയ പാതയിലാണ് പലരും കാലൂന്നി ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളാണ് നിങ്ങൾ മനഃപാഠമാക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യങ്ങളുടെ ബലമാണ് നിങ്ങളെയെല്ലാം പിടിച്ചു നിർത്തുന്നത്. നെറുകേടുകൾ ഇനിയും ആവർത്തിക്കാൻ ഒരുങ്ങുമ്പോഴും ഓർക്കുക, തലയ്ക്ക് മുകളിൽ VS പകർന്ന ആശയം നടപ്പാക്കാൻ പോകുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും എന്ന്.